ഹായ്, നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നിങ്ങൾ എൻ്റെ വീൽ ചെയർ കണ്ട് ഇതാവണ്ട കേട്ടോ. എൻ്റെ വീൽ ചെയറിൻ്റെ ജോയ്സ്റ്റിക്കൊക്കെ പോയി കേട്ടോ. ഇതെൻ്റെ വീൽ ചെയറാണ്. ഓക്കെ, ആദ്യമായിട്ട് തന്നെ ഒരു കാര്യം പറയാനേ, നമ്മൾ വീൽ ചെയർ ആക്സസിബിലിറ്റിയെക്കുറിച്ച് അല്ലെങ്കിൽ ഡിസബിലിറ്റി ഉള്ളവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്ന വീഡിയോ അല്ല ഇത് ദീജൂസ് ദ ബിയോണ്ട് സ്റ്റോറീസ് എന്ന് പറയുന്നതിലെ ഒരു സ്റ്റോറിയാണ്. പക്ഷേ നമ്മുടെ ഒരു പുതിയ സംരംഭത്തിൻ്റെ കാര്യം പറയുന്ന വീഡിയോ ആണ്. അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇതൊരു കുഞ്ഞു വീഡിയോ ആക്കി നിർത്താനാണ് ആഗ്രഹം. കാരണം ഞാൻ വീഡിയോ ഇടുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ പറയുന്നുണ്ട്, നീ വീഡിയോ ഇടുന്നതൊന്ന് കുറയ്ക്കണം എന്ന് പറയുക. കാരണം വീഡിയോയുടെ ദൈർഘ്യം കുറയ്ക്കണമെന്ന് പറയുന്നത് ശരിയാണ്. അതുകൊണ്ട് ആദ്യം തന്നെ എൻ്റെ വീൽ ചെയർ ആക്സസിബിലിറ്റിയെക്കുറിച്ച് പറയാം. ബഹുമാനപ്പെട്ട കേരള സർക്കാർ ഇപ്പോൾ ഒരുപാടിടങ്ങളിലേക്ക് വീൽ ചെയർ ഫ്രണ്ട്ലി ആക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ ഹൈവേയിൽ അല്ലെങ്കിൽ നമ്മളിങ്ങനെ എം ജി റോഡിലൊക്കെ തന്നെ, എം ജി റോഡ് പോട്ടെ, അല്ലാത്ത ഇടങ്ങളിലൊക്കെ നമ്മളിങ്ങനെ നല്ല തിരക്കേറിയ സ്ഥലങ്ങളിൽ ഈ മാർക്കറ്റുകൾ, അവിടെയൊക്കെ കടകളുണ്ടല്ലോ, ആ കടകളുടെ ഒന്നും അടുത്ത് വണ്ടികൾ ഇടാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മളെപ്പോലുള്ളവർക്ക് ഈ സ്ഥലങ്ങളിലൊക്കെ പോവണ്ടേ. അപ്പോൾ അത് ഒന്ന് സർക്കാരിൻ്റെ ശ്രദ്ധയിൽ ആരെങ്കിലുമൊക്കെ പെടുത്തി കൊടുക്കണം കേട്ടോ. അതെനിക്ക് പറയാണ്ട്. അപ്പോൾ പറയാൻ വന്നത് ഇതല്ല, നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ചാണ്. നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് പറഞ്ഞല്ലോ, വളരെ നാളത്തെ ആഗ്രഹം കൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റായിട്ട് വന്നിരിക്കുന്നത്. പ്രധാനമായിട്ട് കുറേ ഒരു 1.5 വർഷത്തിന് മേൽ നമ്മളൊരു ഡിമിത്ര എന്ന് പറഞ്ഞ ഒരു ആഭരണങ്ങളുമായിട്ട് വന്നു. അപ്പോൾ അതൊരു ജനുവരിയിലായിരുന്നു. ജനുവരിയിൽ വന്നിട്ട് ഫെബ്രുവരി ആയപ്പോൾ നമുക്ക് ജനുവരിയിൽ തന്നെ ഷോപ്പ് ശരിയായി. നമുക്ക് എത്രയും പെട്ടെന്ന് ഒന്ന് കയറിയേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ജനുവരിയിൽ നമ്മൾ ഉദ്ഘാടനം ചെയ്ത് നമ്മൾ കയറി കച്ചവടം ആയപ്പോഴത്തേക്ക് നമുക്ക് പിന്നെ പോയി നല്ല ഓർഡർ ഉണ്ടായിരുന്നു, നല്ല കസ്റ്റമേഴ്സ് വന്നതാണ്. പോയി എടുത്തുകൊണ്ട് വരാൻ പറ്റാത്ത ജോലി, സാധനം എടുത്തുകൊണ്ട് വരാനൊന്നും പറ്റാത്ത ജോലിയായിപ്പോയി. പിന്നെ കാക്കറ്റിയാണ് എന്നൊക്കെ പോയത്. പിന്നെ എന്നെയും കൊണ്ടുപോയി, നമ്മൾ എല്ലാവരും കൂടെ, നമ്മൾ ചേച്ചി എല്ലാവരും കൂടെ പോയാണ് എടുത്തത്. അപ്പോൾ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാനാണ് കസ്റ്റമേഴ്സുമായിട്ട് ഇത് ചെയ്യുന്നത്. അപ്പോൾ കസ്റ്റമറുടെ ആവശ്യം എന്താണെന്ന് എനിക്കേ അറിയാവുള്ളൂ. അപ്പോൾ ഇവർക്ക് 2 പേർക്കും അല്ലെങ്കിൽ കുട്ടികൾക്കും ഒന്നും അതിനെക്കുറിച്ച് അറിയില്ല. കാരണം ഇവരെല്ലാം ആ മേഖല കൈകാര്യം ചെയ്യുന്നത്. അപ്പം ഞാൻ കൂടെ പോയേ പറ്റുള്ളൂ. അപ്പം ഞാൻ കൂടെ പോകണമെങ്കിൽ ഇവർ 2 പേരും വേണം. അപ്പോൾ 2 പേർക്കും വരാൻ പറ്റത്തില്ല. ഒരാൾക്ക് വരാമെങ്കിൽ ഒരാൾക്ക് വരാൻ പറ്റത്തില്ല. അങ്ങനത്തെ സിറ്റുവേഷനായി നമ്മൾ അവിടെ അതങ്ങ് സ്റ്റോപ്പ് ചെയ്തതാണ് ഡിമിത്ര. അതുകൊണ്ടാണ് പലരും പറഞ്ഞ് ദീജു തുടങ്ങിയിട്ട് പകുതി വെച്ച് നിർത്തി, അത് ഇനി നിർത്തരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് കാരണം. നമുക്ക് പോകാനും വരാനുമുള്ള ബുദ്ധിമുട്ടായിരുന്നു അത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ഇതിലോട്ട് പൈസ ഇറക്കി എടുക്കാനുള്ള ഇത് നമ്മളെ കൊണ്ട് പറ്റത്തില്ലായിരുന്നു. അറിയാമല്ലോ, നമ്മൾ നേരിടുന്ന ഫിനാൻഷ്യൽ ക്രൈസിസ്. അപ്പോൾ അതായിരുന്നു കാര്യം കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അങ്ങനെ പക്ഷേ ഭയങ്കര ഏറ്റവും ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു. പണ്ട് ഞാൻ 2006, 2007, 2008 കാലഘട്ടങ്ങളിലൊക്കെ ഡ്രസ്സ് എടുത്ത് വീട്ടിൽ വെച്ച് കൊടുക്കുമായിരുന്നു. ഒരുപാട് പേര് നമ്മുടെ ചുറ്റാകെയുള്ള ആൾക്കാർ വാങ്ങിക്കുമായിരുന്നു. അതുകൊണ്ടൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ സേവ് ചെയ്ത് വെച്ചു. അന്നൊന്നും എനിക്ക് കടബാധ്യത അങ്ങനെയൊന്നുമില്ല. അന്ന് കടബാധ്യതയൊന്നുമില്ല. അപ്പം നമ്മളിങ്ങനെ എനിക്ക് എന്തൊരു ആവശ്യത്തിനും പൈസ വേണ്ട. കാരണം എൻ്റെ ആവശ്യമെല്ലാം ചെറുത്, എൻ്റെ ലോകം ചെറുതായിരുന്നു. എനിക്ക് വലിയ കാര്യങ്ങളൊന്നും, ഞാൻ ഈ ബ്രോസ്റ്റഡ്, KFC അങ്ങനെയുള്ള ഒന്നും കണ്ടിട്ടില്ല, അറിയത്തില്ല. എനിക്കതൊന്നും അറിയത്തില്ല. അപ്പോൾ എൻ്റെ ലോകം ചെറുതാണ്. എനിക്ക് പൈസയൊക്കെ ഇത്തിരി മതി. ഉടുപ്പൊന്നും വേണ്ട, കാരണം പുറത്തൊന്നും പോകത്തില്ല. ഡ്രസ്സൊന്നും എനിക്ക് വേണ്ട. അപ്പം നൈറ്റി മതി. അങ്ങനെയൊക്കെയുള്ള ഒരു ജീവിതമായിരുന്നു അന്ന്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതൊക്കെ എടുത്ത് വെച്ച് കൊടുത്തു. അപ്പോൾ എൻ്റെ ലോകം ചെറുതായിരുന്നു. നമ്മളെ ലോകം വലുതായത് നൈമിത്ര തുടങ്ങിയതിന് ശേഷമാണ് നമ്മുടെ ലോകം വലുതായത്, നമ്മുടെ ചിന്തകൾ മാറിയത്. അതിനു മുന്നേ ഭയങ്കര അപകർഷതയാണ്. കാരണം എന്നെപ്പോലെ ഒരാളിനെ ആര് അക്സെപ്റ്റ് ചെയ്യാനാണ്, ആര് അംഗീകരിക്കാനാണെന്ന് എനിക്ക് തന്നെ ഒരു വിലയില്ലാതെ ആക്കിയിട്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പിന്നല്ലേ ബാക്കിയുള്ളൊരു വില ആയിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങ് പോയി. അങ്ങനെ ആ ആഗ്രഹം കിടന്നു. പിന്നെ ഒരു 2011 ഞാൻ പിന്നെ ആരംഭിച്ച് 2012 ആയപ്പോൾ അതും പൊട്ടിക്കെട്ടിങ്ങ് വെച്ച് സാധനമൊക്കെ എൻ്റെ ആൾക്കാർക്കൊക്കെ പറക്കി കൊടുത്ത്, എല്ലാവർക്കും പറക്കി കൊടുത്ത്, കുറേ പേര് പൈസയൊക്കെ വാങ്ങി, കുറേ പേർക്ക് ചുമ്മാതെ കൊടുത്ത്, അങ്ങനെയൊക്കെ അങ്ങ് പോയി കേട്ടോ. ചുമ്മാതെ എന്ന് പറയുന്നത് ഞങ്ങളെ ഭാഷയുടെ തിരുവനന്തപുരം. ഓക്കെ, അപ്പോൾ അങ്ങനെ അങ്ങ് കൊടുത്തു. അപ്പോൾ അതങ്ങ് പോയി. അങ്ങനെ ആയിരുന്നപ്പോഴാണ് ഇപ്പം ഞാൻ കുറേ നാളുകൊണ്ട് എൻ്റെ ആഗ്രഹമാണ്. അപ്പോൾ ഞാൻ കുറച്ച് നാൾ റീസെയിൽ ചെയ്തു. അപ്പോൾ റീസെയിൽ ചെയ്തപ്പോഴത്തേക്ക് അത് അങ്ങനെ സക്സസ് ഒന്നും ആയില്ല, നല്ലതൊന്നും അല്ലെന്ന് പറഞ്ഞ് ഞാൻ അതങ്ങ് നിർത്തി. പിന്നെയാണ് ഇപ്പോൾ വീണ്ടും നമ്മൾ തന്നെ എടുത്ത് തുടങ്ങണമെന്ന്. അപ്പം
ബാലാരിഷ്ടതകളാണ്, പ്രതിസന്ധികളാണ്, പ്രശ്നങ്ങളാണ്. കയ്യിൽ നമുക്ക് ഒരുപാട് ഇറക്കി ചെയ്യാനുള്ളതൊന്നുമില്ല. പക്ഷെ നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കണം. ഉറപ്പ് വരുന്ന പ്രോഡക്റ്റ് കൊടുക്കണം. നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റിൽ ഏതെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അതിന് ഉത്തരവാദിത്തം നമ്മൾ വഹിക്കും. നമ്മളത് പിന്നെ സാധനം തിരിച്ച് വാങ്ങിക്കും. അത് ഉറപ്പാണ്. അവർ ഓപ്പൺ ചെയ്യുന്ന വീഡിയോ നമുക്ക് അയച്ചു തന്നാൽ മതി. നമ്മൾ സാധനം തിരിച്ച് വാങ്ങിക്കും. എന്നിട്ട് അവരുടെ പേയ്മെൻറ്റ് തിരിച്ചു കൊടുക്കും. അതാണ് കൊടുക്കുന്ന ഉറപ്പ്. അപ്പോൾ അങ്ങനെ വെച്ചുകൊണ്ടാണ് നമ്മളിത് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ നൈമിത്രയ്ക്കൊപ്പമാണ് നമ്മളിത് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഓണമാണ് വരുന്നത്. അപ്പോൾ ഓണം സ്പെഷ്യലായിട്ട് നമുക്ക് ഒരു ഓണം കളക്ഷൻസ് കൊണ്ടുവരണമെന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഫിനാൻഷ്യലി നമ്മൾ അത്രയും വലിയതൊന്നും ആയിട്ട് നമ്മൾ കയറി വരുന്നേ ഉള്ളൂ. നിങ്ങളെല്ലാവരുടെയും സഹായം വേണം. നിങ്ങൾ വിചാരിച്ചാലേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. നൈമിത്ര കൊണ്ടുപോകുന്നത് നിങ്ങളെ പോലത്തെ മനുഷ്യരാണ്, നല്ല മനുഷ്യരാണ്, മനുഷ്യത്വമുള്ളവരാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ പ്രോഡക്റ്റും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാനൊരു പ്രോഡക്റ്റ് എടുത്ത് കൈ വെച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ ദൈവഭാഗ്യം നമ്മൾ കൊണ്ടുവന്നതിൽ കുറേ പ്രോഡക്റ്റ് പോയി കേട്ടാ. നമ്മളിപ്പോൾ ഇട്ടതിൽ കുറേ പ്രോഡക്റ്റും ബുക്കായി. ഇനി നമുക്ക് ഓർഡർ കൊടുത്ത് പറഞ്ഞല്ലേ, നമ്മളെ ആ ഒരു ഇതിന് പറ്റുന്ന ഓർഡർ കൊടുത്ത് നമ്മൾ വരുത്തും കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു സ്റ്റൈലിഷ് സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണിക്കാം ആദ്യം. സ്റ്റൈലെന്ന് പറഞ്ഞാൽ സ്റ്റൈലിഷ് സാധനം, ഭയങ്കര സൂപ്പർ സാധനം. നിങ്ങൾക്കത് കാണിച്ചു തരാവേ. അപ്പം നമ്മുടെ പ്രോഡക്റ്റാണത്. നമ്മുടെ സെറ്റ് സാരിയാണ്. കണ്ട, സെറ്റ് സാരിയല്ല, സെറ്റ് മുണ്ടും തോർത്തുമാണ്. സെറ്റ് മുണ്ടും തോർത്തുമാണ്. സൂപ്പർബാണ്. സൂപ്പർബെന്ന് വെച്ചാൽ നല്ല പിന്നെ സെറ്റ് മുണ്ടാണ്. കറുത്ത ഡിസൈനുള്ള സെറ്റ് മുണ്ടും കേട്ടോ. നിങ്ങൾക്കിത് ആവശ്യക്കാരുണ്ടെങ്കിൽ പറഞ്ഞോളണേ, ഞങ്ങൾ അയച്ചു തരും കേട്ടോ. അപ്പോൾ ഓക്കെ. അപ്പോൾ ഒന്ന് ഇങ്ങനെ മതിയല്ലോ അല്ലേ? ഇത് നിവർത്തി വെച്ച് കാണിക്കണോ? നിവർത്തി കാണിക്കണമെങ്കിൽ കാണിക്കാം. ഇതാണ് കാണിക്കണം എന്നുണ്ടെങ്കിൽ കാണിക്കാം കേട്ടോ. അത് വലുതായിട്ട് നിവർത്തണ്ട. അപ്പം നമുക്ക് ബാക്കിലോട്ട് വെച്ച് എൻ്റെ ബാക്കിൽ വന്ന് നിവർത്താം. അപ്പോൾ ഓണായിട്ട് ഓർഡർ തന്നോളൂ. ഇതുപോലുള്ള സെറ്റ് മുണ്ടുള്ള മൽക്കോട്ടൻ സാരി ഒക്കെയാണ്. ഇങ്ങനെ ഇങ്ങോട്ട് ചിട്ടോ, ഇതിലോട്ട് ചിട്ടോ, തിരിച്ചിട്ടാണേ. കണ്ടോ, ഇതാണ് നമ്മുടെ ഇതിന് വിത്ത് ബ്ലൗസാണ് കേട്ടോ. അപ്പോൾ DM ചെയ്താൽ മതി. നമ്മൾ നല്ല പോളിക്കോട്ടൻ്റെ ബ്ലൗസാണ്. കണ്ടോ, ഇതൊക്കെ ഇട്ട് നമ്മളെ മയിൽപ്പീലിയാണ്. ഇത് പോളിക്കോട്ടൻ്റെ ബ്ലൗസാണ് കേട്ടോ. നല്ല ബ്ലാക്കാണ്. അപ്പോൾ ഓർഡർ തരാനുള്ളവർ ഓർഡർ തരണം കേട്ടോ. മുടക്കിക്കോ. അപ്പോൾ ഓർഡർ തരാനുള്ളവർ ഓർഡർ തരണം. ഇതുപോലെ നല്ല സ്റ്റൈലിഷ് നൈറ്റി ഇപ്പോൾ ഇവിടെ കൊടുത്തേക്കാവേ. സ്റ്റൈലിഷ് നൈറ്റി ഉണ്ട്. പിന്നെ കുറച്ച് ഞാൻ XXL ആണ് ഇപ്പോൾ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ എനിക്കുള്ള ടോപ്പ് എടുത്തിട്ടത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഒരുപാട് വാരി വലിച്ചിട്ട് എടുക്കാനുള്ള ഇതിലോട്ട് പോയിട്ടില്ല. ചെറുതായിട്ടാണ് നമ്മൾ കയറി വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കൂടെ നിൽക്കണേ. ഓക്കെ. അപ്പോൾ ഇതാണ് സെറ്റുമുണ്ട്. പിന്നെ നൈറ്റി, കുറച്ച് ഡ്രസ്സും കൂടെ ഇരിപ്പുണ്ട്. കുറച്ച് ബാക്കിയൊക്കെ പോയി. അപ്പോൾ ഇനി ഓർഡർ കൊടുത്ത് ഉടനെ വരും. നിങ്ങൾ പറയുന്ന കോഡ് സെറ്റുകൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള എല്ലാം വരും. അപ്പോൾ വയ്ക്കല്ലേ, അമ്മച്ചി അത് മടക്കുന്ന പണിയിലാണ്. അവിടെ വയ്ക്കണ്ട. ഓക്കെ. ഇങ്ങനെയല്ല ഇരുന്നത്. ഇതിലോട്ടിങ്ങനെ മടക്കി വെച്ചോ. നമ്മളിത് ഇതിലോട്ട് വെക്കുകയാണ് കേട്ടോ. വളരെ നല്ല രീതിയിൽ നമ്മുടെ ഡീവിങ്സ്, എൻ്റെ ചിറകുകളായ മനുഷ്യരും ഞാനും ചേർന്നിട്ടുള്ള ഈ ഒരു സംഭവം വളരെ ഭംഗിയിൽ പോട്ടെ. ഡീവിങ് സ്റ്റൈലാവും, നല്ല സ്റ്റൈലായി പോകട്ടെ. നിങ്ങളുടെ സപ്പോർട്ട് വേണം, നിങ്ങളുടെ അനുഗ്രഹം വേണം. അപ്പോൾ കാണാം. തെറ്റാ.